KSRTC ടൂർ പാക്കേജ് വഴിയാണ് ഞങ്ങൾ ഈ ഷിപ്പിൽ പോയത്. നെഫർട്ടിറ്റി എന്നാണ് ഈ ഷിപ്പിൻ്റെ പേര്. ഇതാണ് നെഫർട്ടിറ്റി ഷിപ്പ്. ഇതാണ് ഷിപ്പിന് ഉൾവശം. ഈജിപ്ഷ്യൻ മോഡലിലുള്ളൊരു ഷിപ്പാണിത്. അതിന് അടിപൊളിയായിട്ടാണ് അവിടെ ഓരോന്നും ചെയ്തേക്കുന്നത്. ഇതാണ് ബാങ്കറ്റ് ഹാൾ. നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഉൾവശമൊക്കെ ഈജിപ്ഷ്യൻ തന്നെയാണോ നമുക്ക് അവിടെ ആദ്യം ചെല്ലുമ്പോൾ അവരെ ഈ ഹാളിൽ വെച്ചിട്ടാണ് ഷിപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ സേഫ്റ്റി കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞു തരും. വീഡിയോ കാണിച്ചതിന് ശേഷം മ്യൂസിക് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ സൺഡെക്കിലെത്തി. അവിടെയാണ് നമ്മൾ കടലിൻ്റെ കാഴ്ച ആസ്വദിക്കുന്ന സ്ഥലം. അവിടെ പല ഷിപ്പുകളും പോകുന്നത് നമുക്ക് കാണാം. അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഓരോ കാഴ്ചകളും. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ടൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വരും. റെസ്റ്റോറൻറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ്. എൻ്റെ മകനാണ്, അവൻ നന്നായിട്ട് ആസ്വദിച്ചു യാത്രയും. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷിപ്പിൽ പോകുന്നത്. ഒരു 5 മണിക്കൂർ നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ 5 മണിക്കൂർ പോകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയത്തില്ല. അത്രയും അടിപൊളി കാഴ്ചകളും ആണ്. നല്ലൊരു അനുഭവമാണ് അത്. ഇതാണ് റെസ്റ്റോറൻറ്റ് ഹാള്. ഇവിടെ മ്യൂസിക് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അടിപൊളിയാണ് ഇതിനകമൊക്കെ. ഇതാണ് കോർഡിലിയ ഷിപ്പ്. ലക്ഷദ്വീപിലേക്ക് പോകുന്നൊരു ഷിപ്പാണത്. നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തു. നമ്മൾ പോയ നല്ല മഴ പെയ്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഈ മഴയത്ത് എന്തായാലും കടലിൽ മഴ പെയ്യുന്നതും അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റി. സൺസെറ്റ് കാണാൻ പറ്റത്തില്ലെന്നൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ അതും ആസ്വദിക്കാൻ പറ്റി. പിന്നീട് ഫുഡൊക്കെ കഴിച്ചു. അവിടെ ഒരാളിത് അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. അതൊക്കെ ആ മ്യൂസിക് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഇതൊരു ബാറാണ്, അത് പക്ഷേ പെയ്ഡാണ്. എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസും പാട്ടും എല്ലാമായിട്ട് DJ പ്രോഗ്രാം നടക്കുമായിരുന്നു അവിടെ. നമ്മൾ പോയതിൽ നിന്ന് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. 150 ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചു. അത് ഭയങ്കര ത്രില്ലിലായിരുന്നു എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷിപ്പിൽ കയറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ നെഫർട്ടിറ്റി ക്രൂയിസ്. ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊരു ട്രിപ്പ് പോകാൻ പാടാണ്, പേടിയാണ് എന്നൊക്കെ ഉള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് KSRTC ടൂർ പാക്കേജ്. അതാകുമ്പം ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ നല്ല സേഫായിട്ട് അവിടെ കൊണ്ടെത്തിക്കും. തിരിച്ചും അതേപോലെ നമ്മൾ എവിടെ നിന്ന് കയറി അവിടെ തിരിച്ചു കൊണ്ടെത്തിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോകാം. അതിനകത്ത് തന്നെ എല്ലാവരും നല്ല അടിപൊളിയാണ്. പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് നമുക്ക് KSRTC ബസ്സിലും നല്ല എൻജോയ് ചെയ്ത് പോകാം. എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അടിപൊളിയൊരു ട്രിപ്പാണ്. ഏകദേശം 40ഓളം സ്റ്റാഫുണ്ട്. 3 നിലകളിലായിട്ടുള്ള അടിപൊളി ഷിപ്പാണ്. നെഫർട്ടിറ്റി ക്രൂയിസ് എന്നാണ് അതിൻ്റെ പേര്. KSRTC ടൂർ പാക്കേജ് വഴിയാണ് ഞങ്ങൾ ഇവിടെ പോയത്. ഇവിടെ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അതിൻ്റെ ബാക്കി വിവരങ്ങൾ കിട്ടും.